നമസ്കാരം പ്രിയരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നല്ലൊരു കഥയാണ്. കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. തന്റെ കിടക്കയ്ക്ക് നേരെ എതിരെയുള്ള ജനൽവാതിൽ ഷീബ പതിയെ തുറന്നു. അകത്തേക്ക് കയറാൻ മുട്ടി നിൽക്കും പോലെ സൂര്യവെളിച്ചം മുറിയിലേക്ക് പടർന്നു കയറി. ബാൽക്കണിയിൽ പൂത്തു നിൽക്കുന്ന ഉഷമലരിയുടെ പുഞ്ചിരി അതിന് ഭംഗി കൂട്ടി. സമയം 9:30 ഇന്നലത്തെ കെട്ടിറങ്ങിയില്ലേ? ഷീബ കമിഴ്ന്നു കിടന്നുറങ്ങുന്ന പീറ്ററെ കുലുക്കി വിളിച്ചു. പീറ്റർ ഒന്ന് മൂളി തിരിഞ്ഞു കിടന്നു. പീറ്ററിന്റെ ശരീരത്തിൽ നിന്ന് തെന്നിമാറിക്കിടക്കുന്ന വസ്ത്രങ്ങൾ നേരെയാക്കി മുറി വിട്ടിറങ്ങുന്നതിന് മുൻപായി ഷീബ ഒന്നുകൂടി ഭർത്താവിനെ നോക്കി. രാത്രി 2 മണിയെങ്കിലും ആയി കാണും വന്നു കയറിയപ്പോൾ. അടുക്കളയിൽ ചെന്ന് കുക്കറിൽ പാത്രം വെച്ചു. ചൂടുവെള്ളം വേണം. പല്ല് തേക്കുന്നതിന് മുൻപ് അപ്പച്ചൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും. അത് നിർബന്ധമാണ്. ചൂടുവെള്ളവുമായി ഷീബ തോമസ് മാത്യു കിടക്കുന്ന മുറിയിലെത്തി. കട്ടിലിനരികിലെത്തി ഷീബ പതിയെ വിളിച്ചു, അപ്പച്ച വെള്ളം. തോമസ് മാത്യു കണ്ണു തുറന്നു. അരയ്ക്ക് താഴെ ഇടതുവശം തളർന്ന് കിടപ്പായിട്ട് 2 വർഷം കഴിഞ്ഞു. വലത് കൈ പതിയെ പൊക്കി. വേണ്ട, ഞാൻ ഒഴിച്ചു തരാം. തോമസ് മാത്യു പതിയെ വായി തുറന്നു. ഇളം ചൂടുള്ള വെള്ളം തൊണ്ടക്കുഴി വരെ എത്തിയപ്പോൾ വല്ലാത്ത സുഖം. സമീപത്ത് കിടന്ന ടവലെടുത്ത് ഷീബ അപ്പച്ചന്റെ ചുണ്ടു തുടച്ചു കൊടുത്തു. ചുണ്ടിന് മുകളിലായി മുള്ളുവേലി കെട്ടിയ പോലെ നല്ല വെളുത്ത കൊമ്പൻ മീശ, തടിച്ച പുരികം, നല്ല പൊക്കം, അതിനൊത്ത തടി. തുടുത്തു ചുമന്നിരിക്കുന്ന പൂത്താഴത്ത് തോമസ് മാത്യുവിനെ ഒരു നോട്ടം കണ്ടപ്പോഴേ പെണ്ണ് കാണാൻ വന്ന അന്ന് അമ്മായിയുടെ മകൾ റീന ഷീബയുടെ ചെവിയിൽ മന്ത്രിച്ചു, അപ്പച്ചൻ എന്നാ സ്റ്റൈലാടി, നീ അപ്പച്ചനെ കെട്ടിക്കോ. ശരിയായിരുന്നു. ജുബയും കസവും കൊണ്ടും അണിഞ്ഞു വന്ന തോമസ് മാത്യുവിനെ കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകും. അതേ, വലിയ വാചകമൊന്നും അടിക്കണ്ട കേട്ടോ. അപ്പച്ചന്റെ ലുക്കിന് മുൻപിൽ നിങ്ങൾ ഒന്നുമല്ല. പലപ്പോഴും കെട്ടിയവൻ പീറ്ററിനോട് അത് പറയുമ്പോ പീറ്റർ തിരിച്ചടിക്കും. ഹോ, ഒരപ്പച്ചനും മരുമോളും, ഒന്ന് പോടി. പീറ്റർ എഴുന്നേറ്റോ മോളെ? തോമസ് മാത്യുവിന്റെ ശബ്ദം ഷീബയെ ചിന്തയിൽ നിന്നുണർത്തി. ഇല്ലപ്പച്ച. ടോണിയോ? അവൻ എഴുന്നേറ്റ് ബൈക്കെടുത്ത് പോകുന്നത് കണ്ടു. തോമസ് മാത്യു ഒന്നും മിണ്ടിയില്ല. കണ്ണടച്ചു കിടന്നു. രാവിലെ വെള്ളയപ്പവും സ്റ്റ്യൂവുമാക്കാം, ഷീബ മനസ്സിൽ കരുതി. ടോണിയുടെ കാര്യം പറയുമ്പോഴെല്ലാം അപ്പച്ചന്റെ മുഖം വന്നു. രാജശ്രീ, അതായിരുന്നു അവളുടെ പേര്. ഷീബ ഓർത്തു. ടോണിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. അപ്പച്ചനും പീറ്ററും പറഞ്ഞിട്ടുണ്ട്. എസ്റ്റേറ്റ് ഇറങ്ങി റോഡിലേക്ക് കയറുന്ന ഒരു വളവിലായിരുന്നത്രേ രാജശ്രീയുടെ വീട്. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി. വലിയ കണ്ണും ചുരുണ്ട മുടിയും തുടുത്ത കവിളുമുള്ള രാജശ്രീ പ്രണയം തലയ്ക്ക് മൂത്തപ്പോൾ പതിവ് പോലെ സ്റ്റാറ്റസ് പ്രശ്നങ്ങൾ ഉയർന്നു. പൂത്താഴത്ത് തോമസ് മാത്യു ആദ്യം എതിർത്തു. പിന്നെ പൂത്താഴത്ത് പീറ്ററും, തന്റെ കെട്ടിയോൻ. ഇതെല്ലാം താനും പീറ്ററും തമ്മിലുള്ള വിവാഹത്തിന് മുൻപുള്ള കാര്യങ്ങളാണ്. ഷീബ വെള്ളയപ്പം ഉണ്ടാക്കുന്നതിനിടയിൽ ഓർത്തു. താനും പീറ്ററും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 3 മാസമായി കാണും. അന്ന് രാവിലെ വാഴയ്ക്ക് തടവെടുക്കാൻ വന്ന ആന്റണിയാണ് ആദ്യം അത് പറഞ്ഞത്. അറിഞ്ഞോ, ആ പെണ്ണ് കെട്ടിത്തൂങ്ങി. ആര്? ആ രാജശ്രീ. സംശയത്തിന്റെ പേരിൽ ടോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരു തെളിവുമില്ലാത്തതിനാൽ കേസെടുക്കാതെ വിട്ടയച്ചു. അതിനുശേഷം ടോണി തോന്നുമ്പോൾ വീട്ടിൽ വരും. അധികം സംസാരമില്ല. എന്തെങ്കിലും കഴിച്ചാലായി. കാലത്തെ ജോലിക്കിടയിൽ ഓർമ്മകളുടെ കെട്ടഴിച്ചുകൊണ്ടേയിരുന്നു ഷീബ. വെള്ളയപ്പം കഴിക്കുന്നതിനിടയിൽ ഷീബ പതിയെ വിളിച്ചു, അതേ. പീറ്റർ തലപൊക്കി. ടോണിയെ ഇങ്ങനെ വിട്ടാൽ മതിയോ? പിന്നെ എന്തു വേണം? പീറ്റർ ചായ നമഞ്ഞുകൊണ്ട് ചോദിച്ചു. രാജശ്രീയുടെ മരണത്തോടെ അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു പെണ്ണ് കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അവനത്ര ശരിയല്ല. അതെന്താ? നിന്നോട് വല്ലതും മോശമായി പെരുമാറിയോ? എന്നോട് മോശമായി പെരുമാറിയാൽ ഷീബ ആരെന്നവൻ അറിയും. രാജശ്രീ മരിച്ചതിൽ പിന്നെ അവൻ ആകെ ടെൻഷനിലാണ്. അതിന്റെ ഒരു പ്രശ്നം അവനുണ്ട്. ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കാമായിരുന്നില്ലേ? ഷീബ പീറ്ററിനോടായി ചോദിച്ചു. പീറ്റർ ഒന്നും പറയാതെ ഷീബയെ നോക്കി പുറത്തേക്ക് ഇറങ്ങി. ആന്റണി ചേട്ടാ, നമുക്കൊന്ന് രാജശ്രീയുടെ വീട് വരെ പോകാം. പറമ്പിൽ കിളച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആന്റണി തല ഉയർത്തി ഒന്ന് നോക്കി. അങ്ങോട്ട് പോണോ കുഞ്ഞേ? ആന്റണി ചേട്ടന് പേടിയുണ്ടോ? പേടിയല്ല, എല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയമാ. എന്തിനാ വെറുതെ? ചുമ്മാ ഒന്ന് പോകാമെന്നേ. കഷ്ടിച്ചൊരു കാറിന് മാത്രം പോകാൻ പറ്റാവുന്ന ചെറിയ വഴി. അത് കഴിഞ്ഞാൽ വെള്ളം ചെറുതായി കെട്ടി നിൽക്കുന്ന സ്ഥലം. ഷീബ കാർ അവിടെ പാർക്ക് ചെയ്തു. അതിന്റെ ഇടതുവശത്തൂടെ ഒരു ചെറിയ വഴി.
ഷീബയും ആന്റണിയും അതുവഴി നടന്നു. ദേ, ആ പറമ്പിന്റെ വടക്കേ മൂലയ്ക്ക് കാണുന്നതാണ് വീട്. ആന്റണി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. കുഞ്ഞെ, സൂക്ഷിക്കണം. എവിടെന്നാ വരുന്നതെന്ന് അറിഞ്ഞാൽ ചിലപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കുവേ. കൂടെ ആന്റണി ചേട്ടനല്ലേ, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? അത് പിന്നെ പറയണോ, കുഞ്ഞിനെ ആരും തൊടുത്തില്ല. പേടിക്കണ്ട കുഞ്ഞെ, അവിടെ ആ രാജശ്രീയുടെ അമ്മ മാത്രമേ ഉള്ളൂ. ഒരു പാവ സ്ത്രീയാ. പിന്നെ അയൽപ്പക്കക്കാരിച്ചിരി പിശക. സമയം ഏതാണ്ട് 2 മണിയായി കാണും. റൈസ് മില്ലിന്റെ അരികെ കാർ പാർക്ക് ചെയ്ത് ഷീബ കാത്തിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം രാജശ്രീയുടെ അമ്മ ഷീബയുടെ അടുത്തെത്തി. എന്താ കുഞ്ഞെ? വീട്ടിൽ വെച്ച് അധികം സംസാരിക്കേണ്ട എന്ന് വെച്ചാണ് ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഷീബ പറഞ്ഞു തുടങ്ങി. അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്കുക. രാജശ്രീ കെട്ടിത്തൂങ്ങിയതാണോ അതോ കൊന്നു കെട്ടിത്തൂക്കിയതാണോ? അതിനുള്ള ഉത്തരം പൊടുന്നനെയുള്ള പൊട്ടിക്കരച്ചിലായിരുന്നു. രാജശ്രീയുടെ അമ്മ ഏങ്ങിക്കരഞ്ഞു. നിങ്ങൾക്ക് പലതും അറിയാം, പക്ഷെ നിങ്ങൾ വല്ലാതെ പേടിക്കുന്നു. ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല. ഇത് കണ്ടോ, ടോണിയും രാജശ്രീയും പിന്നെ അവന്റെ 2 കൂട്ടുകാരും. ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടോ? രാജശ്രീ മരിക്കുന്നതിന്റെ തലേ ദിവസം എടുത്ത ഫോട്ടോയാ. അന്ന് അവൾ വളരെ ഹാപ്പിയാണ്. പിന്നെ എന്തിനവൾ ആത്മഹത്യ ചെയ്തു? ഷീബ തന്റെ മൊബൈൽ കാണിച്ചുകൊണ്ട് ചോദിച്ചു. രാജശ്രീയുടെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ വിതുമ്പിക്കരഞ്ഞു. സത്യം പറ, അന്ന് എന്താണ് സംഭവിച്ചത്? മോളെ ഞാൻ അതെങ്ങനെ പറയും? അത് പറയാൻ പോലും എന്റെ നാവിന് ശക്തിയില്ല. ഷീബ ആ സ്ത്രീയെ തന്നോട് ചേർത്ത് പിടിച്ചു. പേടിക്കണ്ട, നിങ്ങളോടൊപ്പമാണ് ഞാൻ മാത്രമല്ല, പലരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ആ സ്ത്രീ ഒന്ന് അറച്ചു നിന്നു. പിന്നെ പതിയെ ചുണ്ടുകൾ അനക്കി. മോള് പറഞ്ഞത് ശരിയാ. തലേന്ന് ഏതാണ്ട് ഉച്ചയായി കാണും. ടോണി വന്ന് വിളിച്ചു, പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. കൂടെ അവന്റെ 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവൾ ഇറങ്ങിച്ചെന്ന്. ഞാൻ പോകണ്ട എന്ന് 100 വട്ടം പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. പിന്നീട് തിരിച്ചെത്തിയത് മോളെ ഏതാണ്ട് ഒരു രാത്രി 8 മണി കഴിഞ്ഞു കാണും. അവൾ തിരിച്ചെത്തിയപ്പോഴോ ഏതാണ്ട് ചവിട്ടിക്കുഴച്ച മണ്ണ് പോലെയായിരുന്നു അവളെ കണ്ടാൽ. ആ ടോണിയും അവന്റെ കൂട്ടുകാരും ചേർന്ന് ആ സ്ത്രീക്ക് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു വൃത്തികെട്ടവനായിരുന്നു. ശരിക്കും ഒരു കാമഭ്രാന്തൻ. എന്റെ മോൾ ആകെ തകർന്നുപോയി. പിന്നെ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. നേരം വെളുത്തപ്പോൾ ഞങ്ങൾ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന എന്റെ മോളെയാണ്. എന്തു പറയണമെന്നറിയാതെ ഷീബ കുഴങ്ങി. പിന്നെ എന്താ നിങ്ങൾ പോലീസിലൊന്നും പരാതിപ്പെടാഞ്ഞത്? എന്ത് പോലീസ് കുഞ്ഞെ, ആര് കേൾക്കാൻ? ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവന്റെ ചേട്ടൻ പീറ്റർ, മോളുടെ കെട്ടിയവൻ, അവനൊരു 3 ലക്ഷം രൂപ എന്റെ 2ാമത്തെ മോളുടെ പേരിൽ ബാങ്കിലിട്ടു. അതിന്റെ ബുക്കും കയ്യിൽ തന്നു. കൂടുതലൊന്നും അന്വേഷിക്കരുതെന്നും പറഞ്ഞു. അപ്പോ പോലീസുകാരൊന്നും ചോദിച്ചില്ലേ? അവര് വന്ന് ഏതാണ്ടൊക്കെ ചോദിച്ചു മോളെ. പിന്നെ 1-2 പേപ്പറിൽ ഒപ്പിടിവെച്ചു. കൂടുതലൊന്നും ആരോടും പറയരുതെന്നും പറഞ്ഞു. മോൾ ആത്മഹത്യ ചെയ്തത് അവളുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. എനിക്കിനി കൂട്ടിന് ആകെ ഒരു സന്തതിയേ ഉള്ളൂ. അതിനെ ഞാൻ കൊലയ്ക്ക് കൊടുക്കണോ? ഞങ്ങൾ എന്തായാലും ഇവിടം വിട്ടു പോവുകയാ മോളെ. വയ്യാതെ കിടക്കണ അപ്പച്ചൻ നല്ലതാ, നല്ല മനസ്സാ. പക്ഷെ മക്കൾ, നിങ്ങൾ എവിടെയും പോകണ്ട, ഒന്നിനെയും പേടിക്കണ്ട. കൂട്ടിന് ഞങ്ങളൊക്കെ ഉണ്ട്. ആ സ്ത്രീയെ സമാധാനിപ്പിച്ച് കാറിൽ കയറി നേരെ ഷീബ വീട്ടിലേക്ക് വിട്ടു. ടോണി എന്തോ ഒരു തരത്തിലും തനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലപ്പോഴും പീറ്റർ അച്ചായനോട് സൂചിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ പിൻവാങ്ങി. രാജശ്രീയുടെ അമ്മയുമായി സംസാരിച്ചപ്പോ അത് ഏതാണ്ട് ഉറപ്പായി. പണത്തിന്റെ ഹുങ്ക എല്ലാത്തിനും. അദൃശ്യമായൊരു ഭീതി തനിക്ക് ചുറ്റും വലയം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അടുക്കളയിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും ലിവിംഗ് ഹാളിലാണെങ്കിലും അവന്റെ സാമീപ്യം ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ്. ഒരിക്കൽ അപ്പച്ചനോട് എവിടെയും തൊടാതെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പച്ചന് കാര്യം പെട്ടെന്ന് മനസ്സിലായ പോലെ തന്റെ കൈകൾ പതിയെ പിടിച്ചു മന്ത്രിച്ചു. നീ ഷീബയല്ലേ? പേടി നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പച്ചനുണ്ട് മോളെ കൂടെ. ദിവസങ്ങൾക്ക് ശേഷമുള്ള പ്രഭാതം. ആ നാട് അന്ന് മറ്റൊരു ആത്മഹത്യയുടെ വാർത്തയും കേട്ടാണ് ഉണർന്നത്. പൂത്താഴത്ത് ടോണി ആത്മഹത്യ ചെയ്തു. സ്വന്തം അപ്പന്റെ തോക്കുപയോഗിച്ചാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പാവം, ആ രാജശ്രീ കൊച്ച് തൂങ്ങിയതിൽ പിന്നെ ആ ടോണി ആകെ വല്ലാത്തൊരു മൂഡിലായിരുന്നു. സത്യമാ, അവൻ ആരോടും മിണ്ടത്തില്ലായിരുന്നു. ശരിയാ, അവൻ ആ രാജശ്രീ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. നാട്ടുകാരുടെ വാക്കുകൾ ഒരപ്പൂപ്പൻ താടി പോലെ അവിടെ എല്ലാം പറന്നു നടന്നു. നാട്ടുകാരിൽ വിവരം എത്തും മുൻപേ പൂത്താഴത്ത് വീട്ടിൽ അന്ന് 4 പേർ ഉണർന്നിരുന്നു. ടോണിയും ഷീബയും തോമസ് മാത്യുവും പീറ്ററും. ഷവറിൽ നിന്ന് പാറിയിറങ്ങുന്ന തണുത്ത വെള്ളം തലയിലൂടെയും തന്റെ നഗ്നമേനിയിലൂടെയും കിനിഞ്ഞിറങ്ങുമ്പോൾ
പ്രഭാതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള കുളി ഷീബ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. കണ്ണടച്ച് ഒരു ചെറിയ മൂളിപ്പാട്ടും. പാട്ടിന്റെ ശ്രുതിക്ക് എവിടെയോ ചെറിയ ഭംഗം വന്ന പോലെ പെട്ടെന്നെന്തോ ശബ്ദം കേട്ടു. ഷീബ ഹോൾഡറിൽ തൂക്കിയിട്ടിരുന്ന ബാത്ത് ടവൽ വലിച്ചൂരിയെടുത്ത് ശരീരം പൊതിഞ്ഞു. ദേഹമാസകലം പെട്ടെന്ന് തരിച്ച പോലെ. ചുണ്ടുകൾ വിറച്ചു. ഷീബ ശബ്ദം കെട്ടിടത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എക്സോസ്റ്റ് ഫാന്റെ ഇടയിലൂടെ ആ രണ്ട് കണ്ണുകൾ. ഷീബയുടെ ശരീരം തണുത്തുറഞ്ഞ ഐസ് പോലെയായി. രാ, വൃത്തികെട്ടവനെ! ആളെ മനസ്സിലായ പോലെ അവൾ ഉറക്ക വിളിച്ചു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. തന്റെ മുറിയിലേക്കാണവൻ പെട്ടെന്ന് ഓടിക്കയറിയതെന്ന് കണ്ട ഷീബ അകത്ത് കയറി വാതിലടച്ചു. ഡീ! രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ടോണിയുടെ ശരീരം കണ്ട പീറ്റർ ഷീബയ്ക്കെതിരെ ആഞ്ഞെടുത്തു. അടുക്കരുത്! അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ നാറിയെ ഞാനങ്ങ് കൊന്നു. ഈറനണിഞ്ഞ ബാത്ത് ടവലിൽ ശരീരം പൊതിഞ്ഞ് കയ്യിൽ തോക്കുമായി നിൽക്കുന്ന ഷീബ ഈറ്റപ്പുലിയെ പോലെ അലറി. കൂടുതൽ ഷോയൊന്നും എന്റെ അടുത്ത് വേണ്ട. പല കൊലപാതകങ്ങളും ആത്മഹത്യയാക്കി മാറ്റി ഒരുപാട് പരിചയമുള്ളതല്ലേ. ഇതും ആ ഗണത്തിലങ്ങ് ചേർത്തേരെ. ഒന്നും പറയാനാകാതെ പീറ്റർ കൈകൾ കൂട്ടിത്തിരുമ്മി. എത്ര പണമാണെങ്കിലും ശരി, ആരുടെ അണ്ണാക്കിൽ തിരികെ കയറ്റിയാലും ശരി, ഒതുക്കിയേക്കണം. അറിയാലോ? പണമില്ലെങ്കിൽ പറ, ഞാൻ തരാം. മരിച്ചു കിടക്കുന്ന ടോണിയെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പീറ്റർ ഞെളിവിരി കൊണ്ടു. പാതിയടഞ്ഞ മിഴികളുമായി വേച്ച് ഷീബ തോമസ് മാത്യു കിടന്ന മുറിയിലേക്ക് പ്രവേശിച്ചു. ഷീബയെ പ്രതീക്ഷിച്ചെന്നോണം തോമസ് മാത്യു ശബ്ദം കേട്ട് പതിയെ കണ്ണു തുറന്നു. അപ്പച്ച! ഷീബ പെട്ടെന്ന് ആ കാൽപാദങ്ങൾ കെട്ടിപ്പിടിച്ച് ഏങ്ങിക്കരഞ്ഞു. ഏയ്, എന്നാത്തിനാ കരയുന്ന മോളെ? എഴുന്നേൽക്ക്! എനിക്കങ്ങനെ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. പൂത്താഴത്ത് തോമസ് മാത്യുവിന്റെ തോക്കുണ്ട തുപ്പുന്നത് നെറുകേടിനെതിരെയാ. നീ അതാ ചെയ്തത്. ഷീബ കണ്ണുകളടച്ച് തലയും താഴ്ത്തിയിരുന്നു. അവന്റെ ഉപദ്രവം കൂടും എന്നറിയുന്നത് കൊണ്ട് തന്നെയാ ആ തോക്ക് നിന്നെ ഞാൻ ഏൽപ്പിച്ചത്. പാഴായിപ്പോയാൽ സ്വന്തമാണേലും തീർത്തേക്കണം. അതാ പൂത്താഴത്ത് തോമസ് മാത്യുവിന്റെ ഒരു രീതി. ഒന്ന് നിർത്തി അപ്പച്ചൻ തുടർന്നു. മോള് ധൈര്യമായിട്ടിരിക്കേ. ഒരു ചുക്കും സംഭവിക്കില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ പോയി നല്ല വെള്ളയപ്പം ഉണ്ടാക്ക്. ഷീബ പതിയെ എഴുന്നേറ്റു. വെള്ളയപ്പവും കറിയും അപ്പച്ചന്റെ അരികെ മേശമേൽ വെച്ചു. അപ്പച്ചൻ അവിടെ കിടന്നു. ഞാൻ പിച്ചി വായിൽ വെച്ചു തരാം. വെള്ളയപ്പത്തിന്റെ കൊച്ചു കഷ്ണങ്ങൾ കറിയിൽ മുക്കി. അപ്പച്ചൻ പതിയെ കണ്ണു തുറന്നു. ഷീബ സൂക്ഷിച്ചു നോക്കി. ആ കൺകളിൽ ഒരു നേർത്ത നനവ് പോലെ. ഷീബയുടെ കവിളിലൂടെ ഒരു ചെറിയ കണ്ണീർച്ചാൽ ഒഴുകി. മണിക്കൂറുകൾക്കകം ടിവിയിൽ ബ്രേക്കിംഗ് ന്യൂസ്. പൂത്താഴത്ത് വീട്ടിൽ ടോണി എന്ന യുവാവ് മരിച്ചതായി വാർത്ത പുറത്തു വരുന്നു. രാജശ്രീ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിലെ സംശയിക്കപ്പെട്ട പ്രതിയായിരുന്നു ടോണി. ആത്മഹത്യയാണെന്ന് പോലീസിന്റെ ആദ്യ നിഗമനം. അത് കേട്ട തോമസ് മാത്യു തന്റെ വലിയ മീശക്കിടയിലൂടെ ഒന്ന് പുഞ്ചിരിച്ചു. അതിൽ വേദന ഒട്ടുമില്ലായിരുന്നു.